ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഫ്രൂട്ട്സ് അതുപോലെ പഴം അതൊക്കെ കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. ഇവിടെ പൊതുവേ ഞാനങ്ങനെ പാൻ കേക്ക് ഉണ്ടാക്കിയാൽ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവാറില്ല, പക്ഷേ ഇതവരെല്ലാവരും കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ റെസിപ്പി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഓട്സാണ്. അതിൽ കുറച്ച് നട്ട്സും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചു. മുട്ടയുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടാൻ, ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കുട്ടികൾക്കാണ് മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. വെയിറ്റ് ലോസൊക്കെ നോക്കുന്നവരാണെങ്കിൽ നേന്ത്രപ്പഴം ഒഴിവാക്കിയിട്ട് റോബസ്റ്റ പഴം ചെയ്യുന്നതും നന്നായിരിക്കാം. അപ്പോൾ അതിട്ട് കൊടുത്തു. പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇത് മാങ്ങയാണ്, ചെറിയൊരു പുളിയുള്ള ടൈപ്പ് മാങ്ങയാണ്. അപ്പോൾ അത് നമുക്കങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാനൊരു ഇതില്ല, അപ്പോൾ ഇതിലിട്ട് കൊടുത്തു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാൻ വെച്ചിട്ട് ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബട്ടറിന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട്, വലിയ പാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെറിയ കുട്ടി കുട്ടി സൈസായിട്ട് ഒരു പാനിൽ തന്നെ ഒരു 5-6 ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ അത് ഞാനങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ്. ഞാനൊരു തവണ ഇങ്ങനെയാണ് ചെയ്തത്, അടിയിൽ ബട്ടർ തേച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അടിയൊന്ന് സെറ്റായതിനു ശേഷം അതിങ്ങനെ ഫ്ലോട്ടാവുന്ന ഒരു ഇതുണ്ടായിരുന്നു. എന്താ പറയുക, വെള്ളത്തിലിങ്ങനെ ഒഴുകൂലേ, അതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ടൈം ഞാൻ ചെയ്തപ്പോൾ ഞാൻ താഴ്ഭാഗത്ത് ആദ്യം ബട്ടർ തേച്ചില്ല, അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടത് മറിച്ചിടാനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ 2 ഭാഗം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഓട്സ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെ മാവ് അങ്ങനെ ഒരു കുഴഞ്ഞ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. എന്നിട്ട് അങ്ങനെ അപ്പുറമൊക്കെ നന്നായിട്ടൊന്ന് 2-3 തവണ മറിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല, ഹണിയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. പഞ്ചസാരയൊക്കെ ബെറ്റർ അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ചേർത്തു. കാരണം ഉള്ളൊക്കെ ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ കുറച്ച് ചൂടാറിയിട്ട് കഴിക്കുക. അപ്പോൾ ഉള്ളൊക്കെ ഒന്നുകൂടി സെറ്റാവും. അപ്പോൾ